ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന, കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ശരിക്കും നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സ്നാക്കിനേക്കാൾ എത്രയോ ഉപരി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് അളവ് വേണമെന്നൊന്നുമില്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. കുറഞ്ഞ ചേരുവകളെ നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളൂ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ നമ്മൾ ആദ്യം ഒന്ന് കളഞ്ഞെടുക്കുക. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് പിന്നെ നമ്മൾ മുറിച്ചെടുക്കാം. അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ 2 ഉരുളക്കിഴങ്ങും ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളം തിളപ്പിക്കാൻ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിനകത്ത് നമ്മൾ ഉപ്പോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ജസ്റ്റ് വെള്ളം നിങ്ങൾ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗം വരെ എടുത്തിട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുക. വെള്ളം വെട്ടി തിളച്ച് വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. അതായത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടണം. ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കണമെങ്കിൽ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഒന്നുകിൽ ഫോർക്ക് വെച്ചിട്ടോ സ്റ്റിക്ക് വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. നന്നായിട്ട് ഉടയുന്ന പാകത്തിലോട്ടേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരരിപ്പ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ആ വെള്ളത്തോടു കൂടി അതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുത്ത് വെള്ളം മുഴുവനായിട്ട് വാർന്നെടുക്കണം. ഇനി ഇത് ഒത്തിരി ചൂടാറാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണ്ട കേട്ടോ. കാരണം നമുക്ക് ഈ മാവ് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ചെറു ചൂട് വേണം. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റുവാണ്. അപ്പോൾ ഈ ഒരു ബൗളിനകത്തോട്ടേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ചപ്പാത്തി കോൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തവി വെച്ചിട്ടോ ചപ്പാത്തി കോല് വെച്ചിട്ടോ എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കണം. ഒട്ടും തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിടക്കില്ലേ, അങ്ങനെ ഒരിക്കലും പാടില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ചെടുക്കും വേണം, അതുപോലെ തന്നെ നന്നായിട്ട് ഉടച്ചെടുക്കും വേണം. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി സമയം അതിന് വേണ്ടിയിട്ട് കളയണം അല്ലേ. അതായത് അത് നല്ല ക്രിസ്പി ആയിട്ട് കുറേ സമയം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഒത്തിരി സമയം നമ്മൾ അതിൻ്റെ വെള്ളം വാർന്ന് കളഞ്ഞ് അതിനകത്തുള്ള സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. ആദ്യമേ തന്നെ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കരുത്, കാരണം നമ്മൾ ഇതിനകത്ത് ചീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ചീസ് എടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ സാൻഡ്വിച്ച് ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതോ ചെദാർ ചീസോ മൊസറല്ല ചീസോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇത് ചീസ് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാലും അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ചീസ് ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ചീസ് ഫ്ലേവേർഡ് സ്നാക്സിൻ്റെ ഫ്രൈസിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അതല്ലെങ്കിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുക. അപ്പോൾ ഇനി നമ്മൾ ചീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തോട്ടേക്ക് കോൺഫ്ലോർ വേണം. ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയോ മൈദയോ ഒന്നും ഉപയോഗിക്കരുത്. കോൺഫ്ലോർ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉരുളക്കിഴങ്ങിന് ചെറു ചൂട് വേണമെന്നുള്ളത്. അതായത് ചീസ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങിന് ചെറു ചൂട് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചീസ് ഉപയോഗിക്കാതെയാണ് ഈ ഒരു സ്നാക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കോൺഫ്ലോറൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുത്താലും മതിയാകും. ഉരുളക്കിഴങ്ങും ചീസും കോൺഫ്ലോറൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഒരിക്കലും ഇതിനകത്ത് വെള്ളം ചേർത്തിട്ട് നിങ്ങൾ കുഴച്ചെടുക്കരുത്. നല്ല രീതിയിൽ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ചീസ് ഉള്ളവർ മാക്സിമം ചീസ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അടുത്തതായിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ മാത്രം ചേർത്ത് കഴിഞ്ഞ് ഇത് ക്രിസ്പി ആവോ, അത് അരിപ്പൊടി വേണോ, അങ്ങനെയുള്ള ഡൗട്ടൊന്നും വേണ്ട. ഇതിന് കോൺഫ്ലോർ മാത്രം മതി. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഈ നന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കറക്റ്റ് പാകമാണ്. കണ്ടോ, നമ്മുടെ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കുന്നില്ല, നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു സാൻഡ്വിച്ച് കവറോ അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവറോ ഉപയോഗിച്ചാൽ മതി.
അതിനകത്തോട്ടേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ കുറേ ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്തെടുക്കുന്നവരാണെങ്കിൽ ഒരു ബാഗിൽ തന്നെ ഇട്ട് കൊടുക്കാതെ 2-3 കവറിനകത്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു 2 ഉരുളക്കിഴങ്ങ് വെച്ച് മാത്രമാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് മുഴുവൻ ഈ ഒരു കവറിനകത്ത് തന്നെ ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ആ എയർ ജസ്റ്റ് ഒന്നൊരു സ്റ്റിക്കോ നീഡിലെങ്ങാണ്ട് വെച്ചിട്ട് കുത്തിക്കളയുക. കാരണം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇനി ചപ്പാത്തി കോല് വെച്ചിട്ട് പരത്തിയെടുത്താൽ മതിയാകും. പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ കണ്ടു ഇപ്പോൾ ചെറുതായിട്ടൊരു പൊട്ടൽ പോലെയുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. കാരണം ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഒരു കോൺഫ്ലോർ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്ലാസ്റ്റിക് കവറിനകത്തോട്ടേക്ക് മാറ്റി കണ്ടോ നല്ല ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം മാത്രം നല്ല ലെവൽ ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ജസ്റ്റ് ആ കവറൊന്ന് മുറിച്ച് മാറ്റാം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ശരിക്കും ഒരു സ്ലൈസ്ഡ് ചീസൊക്കെ പോലെ നല്ല രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടാകും. എന്നിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഈ ഒരു വണ്ണത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒത്തിരി അങ്ങ് കനം കുറഞ്ഞു പോകണ്ട. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു അളവിൽ ഞാൻ മുഴുവനൊന്ന് മുറിച്ചെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യരുത്. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ പാം ഓയിലൊക്കെ നിങ്ങൾക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറയുന്നത് ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് വന്നൊരു നാടൻ പലഹാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റിലോട്ടേക്ക് അത് മാറുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു 2 മിനിറ്റ് നിങ്ങൾ വിചാരിക്കും ഇത് മൊരിഞ്ഞ് വരില്ലേ. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയതുപോലെ ആയിരിക്കും ഉണ്ടാകുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് വീർത്ത് വരുന്നത് പോലെ ഉണ്ടാകും. നന്നായിട്ട് പൊങ്ങി നമ്മൾ ബേക്കിംഗ് പൗഡറും സോഡയൊക്കെ ചേർത്ത് ഒന്ന് പൊങ്ങി വരില്ലേ, അതുപോലെ പൊങ്ങി വരുന്നതൊക്കെ ഉണ്ടാകും. ആ ഒരു ടൈമിലും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഫ്ലെയിം ഒത്തിരി കൂട്ടിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് സമയം ഒരു 3 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ടാകും. നമ്മൾ തവി വെച്ച് തൊട്ട് നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ ചീസ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ബോൾസ് പോലെ ചീസ് ബോൾസൊക്കെ ഉണ്ടാവുമല്ലോ, അതേ ടെക്സ്ചറായത് ഉണ്ടാവുക കേട്ടോ. നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ഉള്ളിൽ ഇങ്ങനെ കുറച്ച് ചീസ് ബോൾസൊക്കെ നമുക്കിങ്ങനെ പൊടിഞ്ഞു പോകുന്ന കണക്കല്ലേ, അതേ ടെക്സ്ചറിലാണ് നമുക്കിത് റെഡിയായി കിട്ടുക. അപ്പോൾ ആ ഒരു കളറ് മാറി കണ്ടോ, ഈ ഒരു കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്ക് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ചീസ് ഫ്ലേവേർഡ് ആയതുകൊണ്ട് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടി ആവശ്യമില്ല. നിങ്ങൾ ചീസൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ മാത്രം ടൊമാറ്റോ സോസൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ സെർവ് ചെയ്താലും മതിയാകും. അപ്പോൾ ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഉൾഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോന് 2-3 ദിവസമായിട്ട് സൗണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വോയിസിന് ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ കുറച്ച് ആ ഒരു വോയിസ് കറക്റ്റ് ആകാത്തത്. അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.